വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉപ്പുമുളകും ആരാധകർക്കൊരു ഡബിൾ ട്രീറ്റ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മുടിയൻ ഉപ്പുമുളകും സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് നീലു ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വേറൊരു ഫോട്ടോവും വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സിദ്ധുവും ലച്ചുവും നീലുവുമായിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ഉപ്പുമുളകും ആരാധകർക്കൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടായിരുന്നു. സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരാൻ പോവുകയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിലൊരു നിരാശ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഉപ്പുമുളകിലോട്ട് സിദ്ധു വരാൻ പോകുന്നു എന്ന് ഇന്നലെ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ കണ്ടിട്ട്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. ഇന്നലെ തന്നെ നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പാറമട വീട്ടിൽ വെച്ചായിരുന്നില്ല ഷൂട്ട്, മറിച്ച് പ്ലാവിലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതായത് ചക്കപ്പഴം പ്ലാവിലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത് കുഴിപ്പള്ളം ഹൗസായിട്ട് കാണിക്കാനായിരിക്കും എന്ന രീതിക്കൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല. ഇത് ഉപ്പുമുളകിൻ്റെ ഷൂട്ട് തന്നെയല്ല ഇന്നലെ സംഭവിച്ചത്. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഷൂട്ടാണ്. അതായത് ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു അത്. സ്റ്റിൽ കുറേ പേര് വിചാരിച്ചിരിക്കുന്നു സിദ്ധു എന്നൊരു കഥാപാത്രം ഇനിയിപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങാണ് കഴിഞ്ഞത് എന്ന രീതിക്കൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ ആ പ്ലാവിലെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ഹോം അപ്ലയൻസസിൻ്റെയോ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസിൻ്റെയോ ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഓണമൊക്കെ വരികയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഉപ്പുമുളകും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണിത്. അത് എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ട് ആരും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വ്യക്തി, അതായത് ഞാൻ സൈഡിൽ തന്നിരിക്കുന്ന ഈ ജിതിൻ ജോൺ എന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡയറക്ടർ, മൂപ്പര് ഉപ്പുമുളകിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ മൂപ്പര് ഫിലിം മേക്കറും അഡ്വർടൈസ്മെൻറ്റ് ഡയറക്ടറൊക്കെയാണ്. മൂപ്പരുടെ ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മൂപ്പര് തന്നെ ആ ഒരു ഷൂട്ടിംഗ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലാണ് ലച്ചുവും സിദ്ധുവും, അതായത് ഡെയിൻ ഡേവിസും ജൂഹിയും നിശാസാരൊക്കെ പങ്കെടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവർ ഉപ്പുമുളകും ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ അല്ല, അതൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഫോട്ടോ ആണ്. നമുക്കൊരു ഉപ്പുമുളകിൻ്റെ ഡയറക്ടർ അഫ്സൽ അബ്ദുൽ ലത്തീഫാണ്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡയറക്ടർ ജിതിൻ ജോണുമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഉപ്പുമുളകിൻ്റെ ഷൂട്ടല്ല എന്ന്. ഏതായാലും സിദ്ധു എന്നൊരു കഥാപാത്രം ഇതുവരെ ഉപ്പുമുളകിൽ റീജോയിൻ ചെയ്തിട്ടില്ല. ഇതൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ചെറിയൊരു ഷൂട്ട് തന്നെയാണത്. വീണ്ടും ഉപ്പുമുളകും ആരാധകർക്കൊരു വലിയ നിരാശ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ദിവസം എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വന്നു എന്നാണ്. പക്ഷേ സിദ്ധു വന്നിട്ടില്ല. അതൊരു അഡ്വർടൈസ്മെൻറ്റാണ്. സിദ്ധു ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്ന് നമുക്കിതുവരെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ഹൈലി ചാൻസസ് ഉണ്ട്. അതായത് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ വീണ്ടും കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഇവരുടെ കെമിസ്ട്രിയും കോംബോ ഒക്കെ കണ്ട ശേഷം എല്ലാവർക്കും ഇന്നലെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നീലു ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇവർ 3 പേരും ഉള്ളപ്പോൾ 3 പേരും ഉപ്പുമുളകും ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡൗട്ട് വരാൻ കാരണം. അതായത് ഇനിയും അത് അഡ്വർടൈസ്മെൻ്റ് അല്ല ഉപ്പുമുളകമാണ് എന്ന രീതിക്ക് ഡൗട്ട് ഉള്ളവർക്കായിട്ട് ഞാൻ വേറൊരു ഫോട്ടോ കൂടി ഇവിടെ തരാം. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചെറിയൊരു സ്ക്രീൻ ഗ്രാബാണ്. അതായത് ആ ഒരു ചെറിയൊരു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എടുത്തൊരു ഫോട്ടോ ആണ്. ഏതായാലും സിദ്ധു ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പങ്കെടുത്തിട്ടില്ല. ഇന്നലെ ഞാനടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിദ്ധു എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.